സോ മക്കളെല്ലാം പഠിച്ച് റെഡി ആയിട്ടിരിക്കുക അല്ലേ? സോ നമ്മൾ ഭയങ്കര പെട്ടെന്ന് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക? ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിരിക്കണം. സോ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആ ബയോടെക്നോളജി 2, അതായത് ബയോടെക്നോളജി ആപ്ലിക്കേഷൻസിന്റെ ക്വസ്റ്റ്യനും രണ്ടാമത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആ, മോസ്റ്റ് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ. സോ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ക്വസ്റ്റ്യൻസ്? ഫസ്റ്റ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ക്വസ്റ്റ്യൻ നോക്കിയടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, explain the mechanism of insect resistance in BT cotton. മെക്കാനിസം എന്നാ ചോദിച്ചിരിക്കുന്നത്. സോ മെക്കാനിസം ആണ് എഴുതേണ്ടത്. ഇൻസെക്ട് BT cotton കഴിച്ചിട്ട് എങ്ങനെ ചാവുന്നു എന്നുള്ള ആ മെക്കാനിസം. സോ നമ്മൾ എന്ത് എഴുതും? ഇൻസെക്ട് 2 മാർക്കിന് ചോദിച്ചതാണേ. ഫീഡ് ഓൺ BT cotton. ഇൻസെക്ട് BT cottonൽ ഫീഡ് ചെയ്യും. അപ്പോ inactive toxin enter the gut of insect. ഇൻസെക്റ്റിന്റെ ഗട്ടില് ടോക്സിൻ എൻ്റർ ചെയ്തു. ഇനി in the alkaline pH of the gut, അവിടെ വെച്ച് എന്ത് പറ്റും? inactive toxin becomes active. ആ ടോക്സിൻ ആക്റ്റീവ് ആവും അല്ലെ? ആക്റ്റീവ് ആയി. ഇനി അവർ എന്ത് ചെയ്യും? ടോക്സിൻ ബൈൻഡ്സ് ടു, എവിടെ ബൈൻഡ് ചെയ്യുന്നത്? ടു ദി മിഡ്ഗട്ട് സെൽസ് ഓഫ് ഇൻസെക്ട്. ആ ഇൻസെക്റ്റിന്റെ മിഡ്ഗട്ട് സെൽസിൽ ബൈൻഡ് ചെയ്തു. ബൈൻഡ് ചെയ്തതിന് ശേഷം എന്ത് പറ്റും? ഇറ്റ് വിൽ ക്രിയേറ്റ് പോഴ്സ് ആൻഡ് സെൽ ലൈസസ്. അങ്ങനെ ഇൻസെക്റ്റിന് ഡെത്ത് സംഭവിക്കും. ഇത്രയും സാധനം എഴുതിയാലാണ് ആ മെക്കാനിസം കംപ്ലീറ്റ് ആവുന്നത്. ഒരു ടീച്ചർ 2 മാർക്ക് തരുന്നത്. നിങ്ങൾ ഓക്കെ അല്ലേ ഇതുമായിട്ട്? നിങ്ങൾക്ക് അറിയാം സാധനം, നിങ്ങൾ എഴുതും എന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്? GMO എന്താണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഒരു പാർട്ടും കൂടെ ഉണ്ട്. മെൻഷൻ എനി വൺ മെറിറ്റ് ഓഫ് GM പ്ലാന്റ്സ്. GM പ്ലാന്റിന്റെ ഒരു മെറിറ്റ് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ആർ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ്? Genetically modified plants means, അല്ലെ organism means, these are the organisms whose genetic material has been manipulated. Genetic material manipulate ചെയ്തവരെയാണ് നമ്മൾ GMO, genetically modified organisms എന്ന് പറയുന്നത്. Mention any one merit of GM plants. GM plantsന്റെ മെറിറ്റ് എന്താ? ഒന്ന്, they act as biopesticide. അവർ ബയോപെസ്റ്റിസൈഡ് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ള ഒന്ന് അവരുടെ മെറിറ്റാ. രണ്ടാമത്തത്, പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് കുറവായിരിക്കും. പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് അവർക്ക് കുറവായിരിക്കും. ഇനി അവർക്ക് ഇൻക്രീസ്ഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ 2-3 പറഞ്ഞതേ ഉള്ളൂ. അവർ ഒരെണ്ണേ ചോദിച്ചുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം മക്കൾ എഴുതുക. ചില സമയത്ത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അങ്ങനെയാണ് ഒരു 4 പോയിന്റ് എങ്കിലും എഴുതിയിരിക്കണം. ഓക്കെ, പിന്നെ അവർക്ക് അബയോട്ടിക് സ്ട്രെസ്സസിനോട് ടോളറൻസ് കൂടുതലായിരിക്കും എന്നുള്ളതൊക്കെ എഴുതാം. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ എലി ലില്ലി കമ്പനി പ്രൊഡ്യൂസ് ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ. എലി ലില്ലി കമ്പനി എങ്ങനെയാണ് ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തത്? എങ്ങനെയാ എലി ലില്ലി കമ്പനി ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തത്? They took genes for A chain and B chain separately. അവര് സെപ്പറേറ്റ് ആയിട്ട് A ചെയിനും B ചെയിനും ഉള്ള ജീൻസ് എടുത്തു. അതിനുശേഷം സെപ്പറേറ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ജീൻസ് ഇൻറ്റു, ഈ ജീൻസിനെ സെപ്പറേറ്റ്ലി എങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഇൻറ്റു 2 ഡിഫറെന്റ് ഈക്കോളൈ. 2 ഡിഫറെന്റ് ഈക്കോളയിലേക്ക് ആ ജീൻസിനെ ഇൻസേർട്ട് ചെയ്തു. ആൻഡ് കൾച്ചേർഡ് സെപ്പറേറ്റ്ലി കൾച്ചർ ചെയ്തു. എക്സ്ട്രാക്റ്റഡ് A and B ചെയിൻസ്. എന്നിട്ട് A ചെയിനും B ചെയിനും അവർ സെപ്പറേറ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തു. എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ജോയിൻഡ് A and B chains using, A ചെയിനും B ചെയിനും ജോയിൻ ചെയ്തത് എങ്ങനെയാ? ഡൈസൾഫൈഡ് ബോണ്ട് ഉപയോഗിച്ച്. അങ്ങനെയാണ് അവർ കൃത്യമായിട്ട്
മെച്ചുർ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തത്. 3 മാർക്ക് ക്വസ്റ്റ്യൻ. സോ ഈ എല്ലാ സ്റ്റെപ്സ് ഇമ്പോർട്ടന്റ്, എല്ലാ സ്റ്റെപ്സും എഴുതിയിരിക്കണം. ക്ലിയർ? ഓക്കെ. നെയിം the first transgenic cow that produced human protein enriched milk. Human protein enriched milk ഉണ്ടാക്കിയ കൗന്റെ പേര് എന്താടാ? റോസി. SIE ആയിരുന്നേ. IE. റോസി പശു അല്ലേ? റോസി പശു അല്ലേ ഫസ്റ്റ് ഹ്യൂമൻ പ്രോട്ടീൻ? ഏതാ പ്രോട്ടീന്റെ പേര്? ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ. ഓക്കെ, നെക്സ്റ്റ്. എക്സ്പാൻഡ് എലൈസ ആൻഡ് വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് പ്രോസസ്? എലൈസയുടെ ഫുൾ ഫോം എന്താ? A. ELISA, enzyme linked immunosorbent assay. ഇതാണ് ഫുൾ ഫോം. വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ? എലൈസയുടെ പ്രിൻസിപ്പിൾ ആന്റിജൻ. വെരി ഗുഡ്. ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ. ക്ലിയർ? ഡൺ. നെക്സ്റ്റ്, റൈറ്റ് 3 uses of transgenic animals. ട്രാൻസ്ജെനിക് ആനിമൽസിന്റെ 3 യൂസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാ ട്രാൻസ്ജെനിക് ആനിമൽസിന്റെ 3 യൂസസ്? ഒന്ന്, ട്രാൻസ്ജെനിക് ആനിമൽസിനെ വെച്ച് നമുക്ക് we can study the normal physiology and development. ഇല്ലേ? നോർമൽ ഫിസിയോളജിയും ഡെവലപ്മെന്റും നമുക്ക് പഠിക്കാൻ പറ്റും. ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ്. രണ്ടാമത്തത്, ഡിസീസിനെ കുറിച്ച് പഠിച്ചൂടെ? പഠിക്കാം. we can study the disease. ഒരു ഡിസീസിനെ കുറിച്ച് പഠിക്കാം. പിന്നീട് എന്ത് പഠിക്കാം? we can produce biological products. ബയോളജിക്കൽ പ്രോഡക്ട്സ് ഇവരിൽ നിന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. പിന്നീട് എന്ത് പറ്റും? വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് വേണ്ടി പറ്റും. കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. 3 മാർക്കാ. 3 യൂസിന് 3 മാർക്ക്. ഓക്കെ, ഭയങ്കര എളുപ്പമുള്ള 3 മാർക്കായി പോയി. നെക്സ്റ്റ്, fill in the blanks. Animals that have DNA altered and express a foreign gene are called dash. ഈ ഉത്തരം ഞാൻ പറയുന്നില്ല, പകരം നിങ്ങൾ എല്ലാവരും ഈ ഉത്തരം കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാമോ? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിപ്പല്ലേ, ഇത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ തന്നെ പറഞ്ഞോളാം. ഈ ആനിമൽസിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്രാൻസ്ജെനിക് ആനിമൽസ്. ഇത്രയും സിമ്പിൾ സാധനം തരുന്നില്ല, കുറച്ചും കൂടെ കഴിഞ്ഞ് ഒരെണ്ണം തരാം. ഓക്കെ, ട്രാൻസ്ജെനിക് ആനിമൽസ്. നെക്സ്റ്റ്, choose the correct answer. A molecular diagnostic technique that works on antigen antibody reaction. Antigen antibody reaction work ചെയ്യുന്ന ഏതാടാ? ELISA, enzyme linked immunosorbent assay. So ELISA, answer ELISA. Okay, next. Observe the given diagram. ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഓക്കെ, പ്രോ ഇൻസുലിനും അതുപോലെ തന്നെ മെച്ചുർ ഇൻസുലിനാണ് തന്നിരിക്കുന്നത്. Explain the structure of pro insulin. So pro insulin എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ എങ്ങനെയാ? It has 3 peptides. അതിന് 3 പെപ്റ്റൈഡ്സ് ഉണ്ട്. ഏതൊക്കെയാ 3 പെപ്റ്റൈഡ്? എ പെപ്റ്റൈഡ്, ബി പെപ്റ്റൈഡ് ആൻഡ് സി പെപ്റ്റൈഡ്. ഇനി വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ പ്രോ ഇൻസുലിൻ when it becomes mature insulin? പ്രോ ഇൻസുലിൻ മെച്ചുർ ഇൻസുലിൻ ആകുമ്പോൾ വരുന്ന ചേഞ്ചസ് എന്താ? സി പെപ്റ്റൈഡ് is removed. സി പെപ്റ്റൈഡ് റിമൂവ് ചെയ്യും. ആൻഡ് എ ആൻഡ് ബി പെപ്റ്റൈഡ്സ് ജോയിൻഡ് വിത്ത് എന്തുപയോഗിച്ച് അവർ ജോയിൻ ചെയ്യുന്നത്? ഡൈസൾഫൈഡ് ബോണ്ട്. ഡൈസൾഫൈഡ് ബോണ്ട് ഉപയോഗിച്ച് എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും ജോയിൻ ചെയ്യും. 2 മാർക്ക്. സിമ്പിൾ ആണോ അല്ലയോ? ആണ്. നമ്മൾ പറഞ്ഞതാണോ അല്ലയോ? ആണ്. വാട്ട് ഡസ് BT സ്റ്റാൻഡ്സ് ഫോർ ഇൻ BT കോട്ടൺ? BT കോട്ടണിലെ BT എന്താ? ബയോടെക്നോളജി ആണോ BT? നെവർ. BT എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാസിലസ് തുറിഞ്ചിയൻസിസ്. അതാണ് BTയുടെ ഫുൾ ഫോം. ഓക്കെ, നെക്സ്റ്റ്. Which of the following is a curative method of ADA deficiency? ഇതിൽ ADA deficiencyയുടെ ഒരു curative method ട്രീറ്റ്മെന്റ് ഏതാണ്? ELISA ആണോ? Never. Autoradiography? No. PCR? No. Bone marrow transplantation. Correct. Bone marrow transplantation ആണ് അതിന്റെ ഒരു curative method. Next. What is the structural difference between pro insulin and mature insulin? അത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, പ്രോ ഇൻസുലിൻ ആണെങ്കിൽ അതിന് എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും സി പെപ്റ്റൈഡും ഉണ്ട്. മെച്ചുർ ഇൻസുലിൻ ആണെങ്കിൽ അതിൽ എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ ഡൈസൾഫൈഡ് ബോണ്ടും ഉണ്ടാവും. ഓക്കെ ആണോടാ? യെസ്. ഓക്കെ. Fill in the blanks. Alpha 1 antitrypsin used to treat which disease? ഏത് ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ?
വെരി ഗുഡ്. എംഫിസിമ എന്ന് പറയുന്ന ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൽഫ 1 ആന്റിട്രോപ്സ്. നെക്സ്റ്റ്, എക്സ്പാൻഡ് GEAC ആൻഡ് ADA. രണ്ടും എക്സ്പാൻഡ് ചെയ്യണം, ഓരോ മാർക്ക് വീതം. GEAC എന്താ? അതാണ് നമ്മളുടെ കമ്മിറ്റി. ഏതാ? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. നെക്സ്റ്റ്, ADA. ADA എന്താ? നമ്മളെ അഡിനോസിൻ ഡീഅമിനേസ്. വെരി ഗുഡ്. അഡിനോസിൻ ഡീഅമിനേസ് എന്ന് പറയുന്നതാണ് ADA. ഓക്കെ. നെക്സ്റ്റ്, കോളംസ്. മാച്ച് ദി ഫോളോയിങ്. സിമ്പിൾ. ഹ്യൂമൻ ആൽഫ ലാക്റ്റ് ആൽബുമിൻ ആരുണ്ടാക്കുന്നതാ? റോസി പശു അല്ലെ? റോസി പശു ഉണ്ടാക്കുന്നതാണ് ഹ്യൂമൻ ആൽഫ ലാക്റ്റ് ആൽബുമിൻ. ആൻസിൻ ആന്റിബോഡി ഇന്ററാക്ഷൻ എലൈസ. എലൈസ ഉണ്ടോ? ഉണ്ടടാ. അതാണ്ടേ. ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ LLE കമ്പനി. അതുണ്ടോ? ഉണ്ട്. അതാണ്ട് LLE കമ്പനി. ക്രൈ 1AB. ക്രൈ 1AB ആരാ? അത് കോൺബോററാ. അതാണ്ടേ ക്രൈ 1AB. ക്രൈ 2ABയും ക്രൈ 1AC-യും കോട്ടൺ ബോൾ വർമ്സ്. ഓക്കെ, ക്ലിയർ? 2 മാർക്ക് കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ ആ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാനുള്ളൂ. ഇതിനപ്പുറത്തോട്ട് ഒന്നും അവിടുന്ന് ചോദിക്കാനില്ല. ക്ലിയർ ആണോ? ഡൺ. കമ്മിങ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ. ലാസ്റ്റ് ചാപ്റ്റർ ഏതാ? ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ. സിമ്പിൾ ആടാ. ഇതിനകത്ത് മെയിൻ ആയിട്ട് പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് ആണ്. നിങ്ങൾ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കുന്ന സാധനം അതാണ്, പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ്. ഓക്കെ. ഫസ്റ്റ്, the population interaction in which one species is harmed whereas other is unaffected. That means ഒരാൾക്ക് മൈനസും ഒരാൾക്ക് സീറോയും വരുന്ന പോപ്പുലേഷൻ ഇന്ററാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് അമൻസാലിസം എന്നാണ് അതിനെ വിളിക്കുന്നത് അല്ലെ? അമൻസാലിസം. ഒരെണ്ണം പോസിറ്റീവും സീറോയും ആയിരുന്നെങ്കിൽ അത് കമൻസാലിസം, നെഗറ്റീവും സീറോ ആയതുകൊണ്ട് ഇത് അമൻസാലിസം. ക്ലിയർ? നെക്സ്റ്റ്, ഒബ്സർവ് ദ ഫിഗർ. എന്താ? നമ്മളെ 2 ഗ്രോത്ത് കർവ് തന്നിട്ടുള്ള, ലോജിസ്റ്റിക്കും തന്നിട്ടുണ്ട്, എക്സ്പോണൻഷ്യലും തന്നിട്ടുണ്ട്. റൈറ്റ് ദ നെയിം ഓഫ് 2 പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്സ് മാർക്ക്ഡ് ആസ് A and B. ഇത് എയും ഇത് ബിയും ആ. എ ഏതാടാ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അതാണ് നമ്മളുടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ്. ഓക്കെ. ബി എന്താ? ബി കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ക്യാരിയിങ് കപ്പാസിറ്റി വരുമ്പോൾ പിന്നെ ഫ്ലാറ്റ് ആവുന്നുണ്ട് അല്ലേ? സോ അതാണ് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്. ഓക്കെ. വാട്ട് ഡസ് K and R സ്റ്റാൻഡ്സ് ഫോർ? K എന്താ? K എന്ന് പറയുന്നതാണ് നമ്മളുടെ ക്യാരിയിങ് കപ്പാസിറ്റി. ക്യാരിയിങ് കപ്പാസിറ്റി. ഇനി R എന്ന് പറയുന്നത് എന്താ? R ആണ് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. അതായത് നമ്മളെ B-D ഇല്ലേ, അതാണ് R. ഓക്കെ. നെക്സ്റ്റ്, നെയിം ദ അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗൈ ആൻഡ് റൂട്ട്സ് ഇൻ ഹയർ പ്ലാന്റ്. റൂട്ട്സ് ആൻഡ് ഫംഗൈ? യെസ്, മൈക്കോറൈസ. നോ ഡൗട്ട് അല്ലേ? മൈക്കോറൈസ. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ഇതിൽ കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയർ ഏതാണ് എന്നാ ചോദിക്കുന്നത്. ഓർക്കിഡ് ഗ്രോയിങ് ഓൺ മാംഗോ ട്രീ പാരസൈറ്റ്സ് ആണോ? അല്ല. ഓർക്കിഡ് മാംഗോ ട്രീയിൽ വളർന്നാൽ അതൊരു എപ്പിഫൈറ്റ് ആണ്. എന്താ? അത് കമൻസാലിസാ, പാരസൈറ്റ്സ് അല്ല. ഇത് തെറ്റ്. മൈക്കോറൈസ മ്യൂച്വലിസ് ആണോ? യെസ്, വെരി ഗുഡ്. മൈക്കോറൈസ മ്യൂച്വലിസ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് പെയർ. നെക്സ്റ്റ്, fill in the blanks. Population interactions. Species A. A എന്താന്ന് കൊടുത്തിട്ടില്ല, B എന്താന്ന് കൊടുത്തിട്ടില്ല. അത് പ്ലസും മൈനസും ഇടാൻ അവർ ഉദ്ദേശിക്കുന്നത്. നെയിം ഓഫ് ഇന്ററാക്ഷൻ. കോമ്പറ്റീഷൻ. കോമ്പറ്റീഷനിൽ 2 പേർക്കും പോസിറ്റീവ് ആണോ 2 പേർക്കും നെഗറ്റീവ് ആണോ, ഒരാൾക്ക് പോസിറ്റീവ് ഒരാൾക്ക് നെഗറ്റീവ് ആണോ, എങ്ങനെയാ? കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ 2 പേർക്കും ബുദ്ധിമുട്ടാ. സോ 2 പേർക്ക് നെഗറ്റീവ്, മൈനസ് വരുന്ന ഒരു ഇന്ററാക്ഷൻ ആണ് കോമ്പറ്റീഷൻ. അടുത്ത പ്രിഡേഷൻ. പ്രിഡേഷൻ ഒരാൾക്ക് മൈനസ് ആണെന്ന് പറഞ്ഞു. സോ അടുത്ത ആൾക്ക് പ്രിഡേഷനിൽ പ്ലസ് ആ. ഓക്കെ. നെക്സ്റ്റ്, ഒരാൾക്ക് മൈനസും ഒരാൾക്ക് സീറോയും. സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമൻസാലിസം. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, ദ ഇക്വേഷൻ ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇസ് ഗിവൺ ബിലോ. ഇക്വേഷൻ കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇക്വേഷൻ ഞാൻ എഴുതി തരാം. ഇനിയിപ്പോ ഇക്വേഷൻ കാണാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണോ? അത് വിട്ടുപോയതാ. ഇത് കെയും ആറും ആണ്. ഇക്വേഷൻ ഇസ് ഈക്വൽ ടു dN/dt is equal to n into Rn into k minus n by k. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ.
ഇതിനകത്ത് വാട്ട് ഡസ് കെ ആൻഡ് ആർ സ്റ്റാൻഡ്സ് ഫോർ എന്നാണ് ക്വസ്റ്റ്യൻ. കെ എന്ന് പറഞ്ഞാൽ എന്താടാ? കെ ആണ് നമ്മളുടെ ക്യാരിയിങ് കപ്പാസിറ്റി. ക്യാരിയിങ് കപ്പാസിറ്റി ആണ് കെ. ഇനി ആർ എന്താ? ആർ ആണ് നമ്മളുടെ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ്, ഇത് എ ആണ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യനിൽ റൈറ്റ് 2 factors which increase the population density. പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടുന്ന 2 ഫാക്ടേഴ്സ്. 4 ഫാക്ടേഴ്സ് ഉള്ളതിൽ 2 പേര് നമ്മൾ നേരത്തെ പറഞ്ഞ ബൈഡ് എന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ബൈഡ് പറഞ്ഞതിൽ ആദ്യത്തെ 2 പേര് ഇൻക്രീസ് ചെയ്യുന്നതും രണ്ടാമത്തെ 2 പേര് ഡിക്രീസ് ചെയ്യുന്ന ആൾക്കാരാ. സോ ഇൻക്രീസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സിൽ ഒന്ന് ബിയും ഒന്ന് ഐയും. ഏതൊക്കെയാണ് ആ ബിയും ഐയും? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് അല്ലെങ്കിൽ നെയ്റ്റാലിറ്റി എന്ന് പറയുന്നത്, നെയ്റ്റാലിറ്റി. അടുത്ത ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ. ഇവർ 2 പേരുമാണ് നമുക്ക് വേണ്ട ഇൻക്രീസ് ചെയ്യുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന 2 പേർ. ഓക്കെ, നെക്സ്റ്റ് fill in the blank columns in the given table with appropriate terms. Commensalism. The type of interaction ഞാൻ commensalism എഴുതി. Commensalism. Cuscuta എവിടാ വരിക? Cuscuta പാരസൈറ്റിസത്തിലാ വരിക. സോ നമ്മള് ഇവിടെ പാരസൈറ്റിസം ഉണ്ട്, ഞാൻ ആ പാരസൈറ്റിസം ഇവിടെ എടുത്ത് എഴുതി. സൈറ്റിസം ഇവിടെ എഴുതി. ഒരിടത്ത് മ്യൂച്വലിസം കുഴപ്പമുണ്ട്, ഞാൻ മൂന്നാമത്തേല് മ്യൂച്വൽസ് എഴുതി. സോ കസ്ക്യൂട്ട എനിക്ക് എവിടെ എഴുതാൻ പറ്റും? കസ്ക്യൂട്ട പാരസൈറ്റിസിൽ എഴുതുള്ളൂ, ഞാൻ കസ്ക്യൂട്ട അവിടെ എഴുതി. ലൈക്കൻ എനിക്ക് എവിടെ എഴുതാൻ പറ്റും? മ്യൂച്വലിസത്തില് എനിക്ക് ലൈക്കൻ എഴുതാൻ പറ്റും. എപ്പിഫൈറ്റിക് ഓർക്കിഡ് എവിടെ എഴുതാൻ പറ്റും? ഇവിടെ എനിക്ക് എപ്പിഫൈറ്റിക് ഓർക്കിഡ് എഴുതാൻ പറ്റി. സോ ഇനി സ്പീഷീസ് എ പ്ലസ് മൈനസ് കൂടെ ഇടാം. കമൻസാലിസം ആവുമ്പോ ഒരാൾക്ക് പ്ലസ് ഒരാൾക്ക് 0. പാരസൈറ്റിസം ആവുമ്പോ ഒരാൾക്ക് പ്ലസ് ഒരാൾക്ക് മൈനസ്. മ്യൂച്വൽസ് ആവുമ്പോ 2 പേർക്കും പ്ലസ് പ്ലസ്. ഓക്കെ, നെക്സ്റ്റ് ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ നെക്സ്റ്റ് വൺ. മൈക്കോറൈസ മ്യൂച്വലിസം ആണെങ്കിൽ ലൈസ് ഓൺ ഹ്യൂമൻസ്. ഹ്യൂമൻസ് വരുന്ന ലൈസ് പെയിൻ എന്താ? യെസ്, ഇറ്റ് ഇസ് പാരസൈറ്റിസം. അത് പാരസൈറ്റിസം ആണ്. നെക്സ്റ്റ് the 4 basic processes that affect the population density are given below. ഒന്ന് natality, അടുത്ത mortality, അടുത്ത emigration, അടുത്തത് immigration. Which of the 2 processes contribute to the decrease in population and explain that? Population കുറയ്ക്കുന്ന 2 ആൾക്കാർ ആരൊക്കെയാ? ഡെത്തും എമിഗ്രേഷനും. സോ ഒന്നാമത്തത് മോർട്ടാലിറ്റി കുറയ്ക്കും, രണ്ടാമത്തത് എമിഗ്രേഷനും കുറയ്ക്കും. സോ എക്സ്പ്ലെയിൻ ദം എന്നൂടെ പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഇസ് mortality? Mortality mean it is the number of death occurring in the population. ആ പോപ്പുലേഷനിൽ എത്രമാത്രം ഡെത്ത് ഉണ്ടാവുന്നു in a particular period. ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എത്രമാത്രം ഡെത്ത് ഉണ്ടാവുന്നു എന്നുള്ള നമ്പറാ. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ it is the number of individuals, എത്ര പേര് അവിടുന്ന് മാറി താമസിക്കുന്നുള്ള number of individuals that get out. അല്ലല്ലോ, get out എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ നമ്മൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് വാക്ക് യൂസ് ചെയ്യുമ്പോൾ patients that step back. എന്താണ് ആ ഒരു വാക്കിന് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് യൂസ് ചെയ്യും. ഞാൻ ഉദ്ദേശിച്ച അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആകുമ്പോൾ number of individuals that get out. ഞാൻ ഇങ്ങനെ എഴുതാണ്, get out of the population in a particular period. കറക്റ്റ് വാക്കിന് കിട്ടിയില്ല കേട്ടോ. ഇതാണ്, ഇത് എക്സ്പ്ലെയിനും കൂടെ ചെയ്തിരിക്കണം. നെക്സ്റ്റ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡെത്ത് ആണ്. സോ നമ്പർ ഓഫ് ബർത്തിനെ വിളിക്കുന്ന പേര് നേറ്റാലിറ്റി. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് given below are some examples. കുറച്ച് എക്സാമ്പിൾസ് ആണ്, നമ്മൾ അതിനെ കൃത്യമായി പ്ലേസ് ചെയ്യണം. സോ കോമ്പറ്റീഷൻ വേണ്ട. അബിങ്ഡൺ ടോട്ടോയ്സും ഗോട്ടും തമ്മിൽ എന്താ നടക്കുക? 2 പേരും പുല്ലിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ. സോ ഇതിവിടെ വരും എ. കസ്ക്യൂട്ടയും ഹോസ്റ്റ് ട്രീയും, കസ്ക്യൂട്ട നിൽക്കുന്ന പാരസൈറ്റ് ആയിട്ടാ. സോ ബി ഇവിടെ വരും. ഫിഗ് ട്രീയും വാസ്പും 2 പേർക്കും ഗുണമാ. സോ ഇറ്റ് ഇസ് മ്യൂച്വലിസം. ആൽഗയും ഫംഗയും അതും മ്യൂച്വലിസം.
ബലാനസും ചെത്താമലസും രണ്ട് ബർണക്കിളും കോമ്പറ്റീഷൻ ആണ്. സോ അത് കോമ്പറ്റീഷൻ. ലൈസ് ഓൺ ഹ്യൂമൻസ് ദിസ് പാരസൈറ്റിസം എഫ് ഇവിടെ. ഓക്കെ, ക്ലിയർ? ഡൺ. ഇത്രയുള്ളടാ, കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ. മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന എവിടുന്നാ? ആ പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് എന്നുള്ള ടോപ്പിക്കിനാ. സോ ആ ടോപ്പിക്ക് എന്റെ മക്കൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കുറച്ചും കൂടെ പഠിക്കാൻ ശ്രമിക്കണം. ക്ലിയർ? ഓക്കെ, ഡൺ.